നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സീറ്റ് ചർച്ചകളിലേക്ക് കടന്നിരിക്കുകയാണ് ആം ആദ്മി. സംസ്ഥാനങ്ങളിലെ ജയസാധ്യതയുള്ള സീറ്റുകളിൽ ഇന്ത്യ മുന്നണിയിൽ പെടുന്ന ഈ ആം ആദ്മി പാർട്ടി എന്തായാലും അവരുടെ അവകാശവാദം, ഏതൊക്കെ സീറ്റുകൾ വേണം തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിക്കാനാണ് അവരിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. പട്ടിക ഇന്ന് നടക്കുന്ന ഇന്ത്യ യോഗത്തിൽ കൈമാറും. പഞ്ചാബിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനത്തിനൊപ്പം നിൽക്കുമെന്നും BJPയെ തോൽപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും ആം ആദ്മി വക്താവും MLAയുമായ സഞ്ജീവ് ധ മാധ്യമങ്ങളോട് പറഞ്ഞു. ദില്ലിയിലും പഞ്ചാബിലും കോൺഗ്രസിനെ അട്ടിമറിച്ചാണ് ആം ആദ്മി പാർട്ടി സംസ്ഥാന ഭരണം പിടിച്ചത്. ഇരു സംസ്ഥാനങ്ങളിലും രണ്ടു പാർട്ടികളും തമ്മിൽ പരമ്പരാഗതമായി വൈരാഗ്യം നിലനിൽക്കുന്നുണ്ട്. എന്നാൽ വൈരാഗ്യം മറന്ന് ദേശീയ സാഹചര്യം കണക്കിലെടുത്ത് യോജിച്ച തീരുമാനമെടുക്കാനാണ് ഇത്തവണ ആപ്പിന്റെ നീക്കം. ഇരു സംസ്ഥാനങ്ങളിലും സീറ്റ് വിഭജനത്തിന്റെ ധാരണ എത്തേണ്ടത് കോൺഗ്രസുമായാണ്. പഞ്ചാബിലെ മാറിയ രാഷ്ട്രീയ സാഹചര്യം അവകാശവാദത്തിന് ശക്തി കൂട്ടും. ദില്ലിയിൽ ദുർബലമായ കോൺഗ്രസ് വലിയ അവകാശവാദങ്ങൾക്ക് മുതിർന്നേക്കില്ലെന്നാണ് കണക്കുകൂട്ടൽ. 7-ൽ 4 സീറ്റുകൾ ദില്ലിയിൽ ആവശ്യപ്പെടാനാണ് നീക്കം. അതേസമയം പഞ്ചാബിലെ സഖ്യ നീക്കങ്ങൾക്ക് കോൺഗ്രസ് സംസ്ഥാന ഘടകത്തിന്റെ നിലപാട് തടസ്സമാണ്. മുഴുവൻ സീറ്റുകളിലും തനിച്ചു മത്സരിക്കുമെന്നാണ് PCCയുടെ നിലപാട്. എന്നാൽ 13 സീറ്റുകളിലും വിജയസാധ്യതയുണ്ടെന്ന് ആപ്പും വിലയിരുത്തുന്നുണ്ട്. ഹരിയാന, ഗുജറാത്ത് അടക്കം സംസ്ഥാനങ്ങളിൽ ശക്തമായ സ്വാധീനം ആം ആദ്മി പാർട്ടിക്കുണ്ട്. ഒറ്റയ്ക്ക് സംസ്ഥാനങ്ങളിൽ മത്സരിക്കാനുള്ള തയ്യാറെടുപ്പുകളും ആം ആദ്മി പാർട്ടി നടത്തിയിരുന്നു. എന്നാൽ ഇവിടങ്ങളിലെ സീറ്റ് ധാരണയെക്കുറിച്ച് ചർച്ചകളിലേക്ക് കടന്നിട്ടില്ല. അതേസമയം നേതാക്കൾക്കെതിരെ ED അടക്കം നിലപാട് കടുപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്ക് തിരിച്ചടിയായേക്കുമെന്ന ആശങ്ക ആം ആദ്മി പാർട്ടിക്കുണ്ട്.